ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് സക്കായി എന്ന് പറയുന്നൊരു ചുങ്കക്കാരനും യേശുവുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഈ മനുഷ്യൻ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, രണ്ടാമത് വലിയ ധനവാനുമായിരുന്നു. ചുങ്കം പിരിച്ചിരുന്നത് റോമാ സർക്കാരിന് വേണ്ടി ആയതിനാൽ ചുങ്കക്കാരോട് യഹൂദന്മാർക്ക് വെറുപ്പായിരുന്നു. അവരെ പാപികളായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സക്കായി ഒരു ധനവാനായിരുന്നു. ചുങ്കക്കാരൻ്റെ രീതിയിൽ അവൻ വലിയ ധനവാനായിരുന്നെങ്കിലും അവന് മനസ്സുഖമുള്ളവനല്ലായിരുന്നു. കാരണം മറ്റുള്ള ആളുകളാൽ അവൻ ഏറെ വിമർശിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. രണ്ടാമത് അവൻ ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിക്കുന്ന ഒരു കർത്താവിനെക്കുറിച്ച് അവൻ കേട്ടു, ആളുകൾ പറഞ്ഞ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ നേരിൽ കാണാൻ സക്കായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പാപികളുടെ സ്നേഹിതനെ ഒരു നോക്ക് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവന് പൊക്കക്കുറവായിരുന്നത് കൊണ്ട് യേശുവിനെ കാണാൻ അവൻ പല പ്രാവശ്യം ശ്രമിച്ചു കാണുവാനും സാധിച്ചില്ല. അതുകൊണ്ട് അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പൊക്കം കുറഞ്ഞവൻ്റെ മുമ്പിൽ പൊക്കമുള്ളവൻ വന്നാൽ കാണാൻ പറ്റും. എത്ര പൊക്കം കുറഞ്ഞവൻ്റെ മുമ്പിലും പൊക്കമുള്ളവൻ വന്നാൽ അവന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സക്കായി മരത്തിൻ്റെ മുകളിൽ കയറേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, അവനേക്കാൾ പൊക്കമുള്ളവർ എപ്പോഴും അവൻ്റെ മുമ്പിൽ കയറി നിന്നിരുന്നു. ആ മുമ്പിൽ നിന്ന പൊക്കമുള്ളവരാണ് യേശുവിനെ കാണാൻ അവനൊരു തടസ്സമായത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറവുകളുള്ളവരും പശ്ചാത്താപമുള്ളവരും പാപബോധമുള്ളവരും. അവർക്ക് യേശുവിനെ കാണാൻ ഒരു തടസ്സമായി നമ്മൾ മുന്നിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കം, നമ്മുടെ അഹന്ത, നമ്മുടെ ഞാനെന്ന ഭാവം, നമ്മുടെ വലിപ്പം മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ തടസ്സമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത രീതി, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സമീപനങ്ങൾ യേശുവിനെ കാണാൻ അവരെ പ്രേരിപ്പിക്കുമോ, അതോ യേശുവിനെ കാണാതിരിക്കാൻ മുഖാന്തരമാകുമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവൻ സാധാരണക്കാരിൽ നിന്ന് ഉയരണം. അതാണ് അവൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയത്. സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു നിന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യേശുവിനെ കാണാനൊരു അവസരം നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്, അങ്ങനെ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് മരത്തിൻ്റെ മുകളിൽ കയറുന്നവനെ അവൻ യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ യേശു അവനെ കാണും. നമുക്ക് ദൈവത്തെ കാണാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിന് മുൻപ് ദൈവം നമ്മളെ കാണുമെന്നുള്ളതാണ്. ദൈവം നമ്മളെ കാണും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു സംഭവം വായിക്കുന്നുണ്ട്. ഫിലിപ്പോസ് നഥാനിയേലുമായുള്ളൊരു കൂടിക്കാഴ്ച. ഫിലിപ്പോസ് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ യേശു നഥാനിയേലിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട്. സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടതയില്ല. എല്ലാവരും യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുക. പക്ഷെ ഇവിടെ യേശു ആ മനുഷ്യനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെ അറിയും? നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട്,
പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് അത്തിയുടെ ചൂട്ടിൽ നീ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടതാണ്. പ്രിയമുള്ളവർ, ഈ മരത്തിൻ്റെ മുകളിലിരുന്നാലും മരത്തിൻ്റെ ചൂട്ടിലിരുന്നാലും നമ്മൾ കാണുന്നതിന് മുൻപേ നമ്മളെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന ചിന്ത നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് 139 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച, യഹോവേ, ഞാൻ നിന്നെ മറഞ്ഞ് എവിടെ പോകും? ഉയരത്തിൽ കയറിയാൽ അവിടെയുണ്ട്, അഗാധത്തിൽ ചെന്നാൽ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നാൽ നിൻ്റെ കൈ എന്നെ നടത്തും. ആ ദൈവ സാമീപ്യ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. സാധാരണയായി താഴേക്ക് നേരെ നോക്കി നടക്കുന്ന യേശു ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോൾ മുകളിലേക്ക് നോക്കി. സാധാരണ നമ്മളാണ് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് മുകളിലേക്ക് നോക്കി പാപിയായവനെ താഴേക്ക് വരാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം നമ്മൾ കാണുന്ന മുമ്പേ നമ്മളെ കാണുന്ന ദൈവം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആഗ്രഹത്തോടെ സൗഖ്യത്തിനു വേണ്ടി തൻ്റെ അങ്കിയെ സ്പർശിച്ച സ്ത്രീയെ കർത്താവ് തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, കർത്താവിനെ പേര് ചൊല്ലി വിളിച്ചു എന്ന് ഇവർ മുമ്പ് കണ്ടിട്ടില്ല. പേര് ചൊല്ലി വിളിച്ചു, സഖായിയെ നീ ഇറങ്ങി വാ. എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കുന്ന, പേര് ചൊല്ലി വിളിച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് നമ്മുടെ ആന്തരിക കണ്ണുകളാൽ കാണാൻ സാധിക്കണം. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. സഖായി സംസാരിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് സഖായിയോട് സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഒരു ദിവസം അവൻ്റെ കൂടെ താമസിക്കണമെന്നുള്ള ആഗ്രഹം അവനോട് പറയുകയും ചെയ്തു. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം ഇതാണ്. നമ്മൾ കാണുന്നതിന് മുമ്പ് നമ്മളെ കണ്ട്, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് നമ്മുടെ ഭവനത്തിൽ നമ്മളോടൊപ്പം താമസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നമ്മളോട് കാണാൻ സാധിക്കുന്നത്, അവൻ സന്തോഷത്തോടെ കർത്താവിനെ ഭവനത്തിലും ഹൃദയത്തിലൊക്കെ സഖായി അപ്പോൾ സ്വീകരിച്ചു. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവൻ സ്വാഭാവികമായി അവൻ്റെ കുറവുകൾ ഏറ്റുപറയും. ഇത് കർത്താവ് അവനോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ കുറവുകൾ അവൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് അവനോടൊന്നും ചോദിച്ചില്ല, നീ എന്തിന് അമിതമായി ചുങ്കം പിരിച്ചെന്നോ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നോ ഒന്നും കർത്താവോട് അക്ഷരം പറയുന്നതിന് മുൻപ് തന്നെ അവനെല്ലാം കർത്താവിനോട് അവിടെ ഏറ്റുപറയുകയാണ്. മാത്രമല്ല, താൻ ഏറ്റുപറഞ്ഞ തെറ്റിന് സഖായി തന്നെ പ്രായശ്ചിത്തം നിശ്ചയിച്ചു. അത് യഹൂദ നിയമപ്രകാരമുള്ള പ്രായശ്ചിത്തത്തിനപ്പുറത്താണ് സഖായിയുടെ പ്രായശ്ചിത്തം. പുറപ്പാട് പുസ്തകം 22 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കും. 22 അധ്യായം 1 വാക്യം, കരുതിക്കൂട്ടിയുള്ള കവർച്ചയ്ക്കും നാശത്തിനും 4 ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ്. മനഃപൂർവ്വം ചെയ്യുന്നതിന് സാധാരണ കവർച്ചകൾക്ക് 2 ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യണം. പുറപ്പാട് 22:4-7 വാക്യങ്ങൾ നമുക്ക് കാണാം. ഒരുവൻ കുറ്റം ഏറ്റുപറഞ്ഞാൽ മോഷ്ടിച്ച സാധനങ്ങളുടെ വിലയുടെ 5-1 തിരികെ കൊടുക്കണം. ലേവ്യ പുസ്തകം 6:5, സംഖ്യ 5:7. അവിടെ യഹൂദ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷയിലും അധികമാണ് സഖായി കൊടുക്കാമെന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഞാൻ അവിഹിതമായി വാങ്ങിച്ചതൊക്കെ 4 ഇരട്ടി, ഇത്രയും നാളത്തെ അതിൻ്റെ പലിശ കണക്കൂട്ടിയതാവാം, 4 ഇരട്ടി ഞാൻ കൊടുക്കാം. മാത്രമല്ല, നേരായി സമ്പാദിച്ചതിൻ്റെ പകുതി. അവൻ അധ്വാനിച്ച് സമ്പാദിച്ച്, യാതൊരു കവർച്ചയും കൂടാതെ അധ്വാനിച്ച് സമ്പാദിച്ചതിൻ്റെ 2-1 കൊടുക്കുവാൻ സഖായി തയ്യാറാകുന്നു. യേശു അവനോട് ഇതൊക്കെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ അങ്ങോട്ട് പറയുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ സ്വയം പ്രായശ്ചിത്തം നിശ്ചയിച്ച് ജീവിത വ്യത്യാസം വരുത്തിയ മനുഷ്യനിൽ 1-ാമത്തെ ആളാണ് സഖായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ആ നാട്ടിലന്ന് പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട ലേവ്യരുടെ ധാരാളം ഭവനങ്ങളുണ്ട്. അവിടെ ഒരു വീട്ടിലും പോകണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടില്ല. ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയി താമസിച്ച കർത്താവിൻ്റെ പാപിയോടുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയണം.
നിന്റെ ഭവനത്തിൽ എനിക്ക് പാർക്കണം എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഇന്നും നമ്മളോട് സംസാരിക്കേണ്ടതാണ്. ആ ശബ്ദം നമ്മൾ കേൾക്കേണ്ടതാണ്. കർത്താവിന് ഇന്നും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് ഏറെ ആഗ്രഹിക്കുന്നു എന്ന സത്യം ഞാനും നിങ്ങളും അത് വളരെ തിരിച്ചറിയണം. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ അബ്രാഹാമിൻ്റെ മകനാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. അബ്രാഹാമിൻ്റെ മകനെന്നുള്ള പദവി അവന് നഷ്ടപ്പെട്ടു പോയവനാണ്. യഹൂദന്മാരവനെ ആ ഗണത്തിൽ നിന്ന് തന്നെ പുറന്തള്ളിയവനാണ്. അവനതെല്ലാം തിരിച്ചു കിട്ടുകയാണ്. സാഹചര്യ സമ്മർദ്ദം കൊണ്ടോ മാനുഷിക ബലഹീനത കൊണ്ടോ നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതൊക്കെ നമുക്കൊന്ന് ഏറ്റുപറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മെ സമീപിക്കും. ഇന്ന് നമ്മൾ കർത്താവിനെ കാണുന്നത് കർത്താവിൻ്റെ വചനം വായിക്കുന്നതിലൂടെയാണ്, കർത്താവിനെ ആരാധിക്കുന്നതിലൂടെയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ്. അങ്ങനെ നമ്മൾ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ കാണുന്ന കർത്താവിനെ നമുക്ക് മനസ്സിലാക്കി ഈ വേദപുസ്തകം വായിക്കാൻ നമുക്കിടയായിട്ട് തീരണം. കർത്താവിൻ്റെ ദൗത്യം എന്തെന്ന് കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞു. ഞാൻ വന്നത് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണെന്നും, ഞാൻ വന്നത് നീതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാനാണെന്നും, ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷ ചെയ്യുവാനാണെന്നും, ഞാൻ വന്നത് കാണാതെ പോയതിനെ കണ്ടെത്താനാണെന്നും ഒക്കെ കർത്താവ് പറഞ്ഞത് ഇന്ന് സഖായിയുടെ ജീവിതത്തിൽ അർത്ഥവത്തായി സംഭവിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ മനുഷ്യനോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം തിരിച്ചറിഞ്ഞു വേണം ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുവാൻ. ഇനി നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 11 മുതൽ 27 വരെയുള്ള ഭാഗത്ത് നാണയങ്ങളുടെ ഉപമയാണ്. ആ നാണയം നമുക്കറിയാം, ഒരു പ്രമുഖനായ മനുഷ്യൻ രാജാവാകാൻ വേണ്ടി, രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവരെ കുറെ പണം ഏൽപ്പിക്കുകയാണ്. ഈ രാജ്യത്വം പ്രാപിക്കാൻ പോകുന്നവനെ ഈ ആളുകൾക്ക് ഇഷ്ടമില്ല. അത് എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറയാൻ കാരണം, കർത്താവിനെ ജനം രാജാവായി അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കർത്താവിന് വരുന്ന തിരസ്കരണമാണ്, അല്ലെ കർത്താവിനോടുള്ള വെറുപ്പ് ഈ ഉപമയിലൂടെ കർത്താവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം നഗരക്കാർ കർത്താവിനെ നിരസിച്ച യഹൂദന്മാരുടെ രാജാവെന്ന് പരിഹസിച്ച് അവൻ്റെ ക്രൂശിന് മുകളിൽ മേലെടുത്തെഴുതി വെക്കുക, കൈസറല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ലെന്ന് ആക്രോശിച്ച യഹൂദജനം, ഇവരൊക്കെ യേശുവിൻ്റെ രാജ്യത്വത്തെ എതിർത്തവരാണ്. എന്നാൽ കർത്താവ് ഭരണാധികാരിയായി അവൻ തിരികെ വരും. ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തെയും ന്യായവിധിയുമാണ് സൂചിപ്പിക്കുക. കർത്താവ് നമ്മളെയൊക്കെ വിളിച്ച് നമുക്ക് ചില താലന്തുകളെ തന്നിട്ടുണ്ട്, നാണയങ്ങളെ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ കഴിവുകളുമാണ്. അത് നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് രാജാവ് രാജ്യത്വം പ്രാപിച്ച് അവൻ മടങ്ങി വരുമ്പോൾ നമ്മളോട് ചോദിക്കും. ഇവിടെ 5 താലന്തും 2 താലന്തും മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് പറയുന്നതിൽ അല്പം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വിശദീകരണത്തിലൊന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 5ഉം 2ഉം 1ഉം ഒക്കെ കൊടുത്തെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും 5 കിട്ടിയവനോട് ചോദിച്ചു, നീ എത്ര സമ്പാദിച്ചു? അവൻ പറഞ്ഞു 10. അവന് നീ 10 പട്ടണത്തിന് നീ അധികാരിയാവുക. 2 കിട്ടിയവൻ 4, 1 കിട്ടിയവൻ അവൻ ഈ രാജാവിനെ പുറത്തിരുന്നു. അവന് കിട്ടിയതായ താലന്തുകളെ, അവന് കിട്ടിയ നാണയത്തെ അവൻ മറച്ചു വെച്ചു. യജമാനൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് ഇത് പലിശക്കാരെ ഏൽപ്പിച്ചില്ല? ദൈവം തന്നതായ നമ്മുടെ കഴിവുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ വിനിയോഗിക്കാതിരുന്നാൽ
അവസാനം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും ഭാഗ്യവാൻ വാസ്തവത്തിൽ ഒരു നാണയം കിട്ടി അവൻ ഒന്നുകൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. 5 കിട്ടിയവൻ 5 ഉണ്ടാക്കണം, അവൻ അത്രയും അധ്വാനിക്കണം. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കഴിവുകളും സാഹചര്യങ്ങളും കുറവാണെങ്കിൽ അത് ഭാഗ്യമാണ്. അതനുസരിച്ച് അത്രയും കൂടെ നമ്മൾ പരിശ്രമിച്ചാൽ മതി. ഈ താലന്തുകൾ ദൈവം നമുക്ക് തന്ന കഴിവുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് തന്ന സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. 28 മുതൽ യെരുശലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനമാണല്ലോ നമ്മൾ നേരത്തെ വായിച്ചാണ്. കർത്താവ് കഴുതക്കുട്ടിയെ ആവശ്യപ്പെടുന്നു. അതിൻ്റെ മേൽ വാഹനം പറഞ്ഞാൽ ആരും കയറിയിട്ടിട്ട ഒരു കഴുത. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഇത് നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. കെട്ടപ്പെട്ട കഴുത പാപത്താൽ ബന്ധിതനായ മനുഷ്യനെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് 2 സുവിശേഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് നമ്മൾ വാഹനമേറുമ്പോൾ മാത്രമാണ് നമ്മൾ മാനമുള്ളവരായിട്ട് ഇത് മാറുക. പിന്നെ അവസാനം ദേവാലയ ശുദ്ധീകരണമാണ്. അതുമായി ബന്ധപ്പെട്ടും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. യഹൂദന്മാരെ ബലിക്കായി കൊണ്ടുവരുന്ന മൃഗങ്ങൾ, പക്ഷികൾ മുതലായവ പുറത്തുനിന്നും കൊണ്ടുവരുന്നതുകൊണ്ട് അത് ഊനമുള്ളതെന്ന വ്യാജേന അതിനെ തിരസ്കരിച്ച് ദേവാലയ പരിസരത്ത് ക്രമീകരിച്ചിട്ടുള്ള സ്ഥാനത്ത് നിന്നും അമിതമായ വിലയ്ക്ക് വാങ്ങേണ്ടി വന്ന സാഹചര്യം. അതുപോലെ തന്നെ നാണയങ്ങൾ, എക്സ്ചേഞ്ച്, ഇവരുടെയൊക്കെ പ്രധാന വ്യാപാര കേന്ദ്രം പ്രധാനാചാര്യനായ ഹന്നാൻ്റേതായിരുന്നുവെന്ന് ഒരു ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നടത്തിയ ഈ ക്രയവിക്രയം മൂലം 1 ദേവാലയത്തിൻ്റെ പരിശുദ്ധ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നു, 2 സാധുക്കളായ തീർത്ഥാടകർ ചൂഷണം ചെയ്യപ്പെടുന്നു. അന്നും ഇന്നും ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നവരുടെ മേൽ കർത്താവിൻ്റെ കോപം നിശ്ചയമായിട്ടും വരും. അതുകൊണ്ട് ദേവാലയത്തിന് അതിൻ്റെ വിശുദ്ധിയിലും അതിൻ്റെ പരിപാകതയിലും കാത്തുപരിപാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും ദൈവനാമം മറ്റുള്ള ആദായ മാർഗമായി നമ്മൾ കാണാനോ ഉപയോഗിക്കാനോ പാടില്ല. പിന്നെ പകൽക്കാലം ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. സക്കായിയുടെ ജീവിതവും നാണയങ്ങളുടെ ഉപമയുമൊക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളും ജീവിക്കുന്ന ഭൂമിയിൽ സാഹചര്യങ്ങളിൽ മാനുഷിക ബലഹീനതയാൽ, സാഹചര്യ സമ്മർദ്ദങ്ങളാലൊക്കെ നമുക്ക് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളെയൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. അതിന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകൾ, ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ അതിന് നമ്മെ സഹായിക്കട്ടെ.